കറണ്ട് വന്നു, താങ്ക്സ് എന്നൊരു വിളി ഈ ഫോണിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. സാറേ എന്തായി കാണുന്ന ഈ ബില്ല്? എന്ത്? എന്താണിത്? എന്താണ് ബില്ലില്? ഇതിപ്പോ തന്റെ കറണ്ട് ബില്ല് കൂടിയല്ലോ, അതിനനുസരിച്ച് അതിന്റെ ആനുപാതികമായിട്ട് ഡിപ്പോസിറ്റ് തുകയും കൂടും. ഇനി ഡിപ്പോസിറ്റ് തുക അടക്കണം? ആ കൂടിയ തുകയായത്. അല്ലേ തന്നെ ഒടുക്കത്തെ കറണ്ട് ബില്ലാണ്, ഇനി ഡിപ്പോസിറ്റ് അടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാർ തെണ്ടിപ്പോകും സാറേ. തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പുറത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്, അവിടെ പോയി പരാതി പറയും. എന്നോട് പറഞ്ഞാൽ മതി. മതി. എന്റെ സാറെന്തിനാ ഇരിക്കാൻ? ഇല്ല, നമ്മളെ കൊണ്ടൊക്കെ എന്താ സാറേ ഇത്? ബില്ലല്ലേ? ബില്ലാണ്. ഞാൻ ബില്ല് കൃത്യമായിട്ട് അടക്കുന്ന ആളാണ്. ഇപ്പൊ ഈ ബില്ല് വന്നിട്ട് അഡീഷണൽ ആയിട്ട് അടക്കണമെന്ന് പറയുന്നു. അടക്കണോ? അഡീഷണൽ നിങ്ങളുടെ ഈ മറ്റേ ഡെപ്പോസിറ്റ് തുക കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ അഡീഷണൽ അടക്കണം എന്ന് പറഞ്ഞത്. എന്റെ സാറെ, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് പൈസ അടക്കണതിന് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഇത് ഉപയോഗിക്കാത്ത പൈസയാണ് ഈ എഴുതിയേക്കണത്. ഇത് അടക്കാൻ ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ല. ഉപയോഗിക്കാത്ത പൈസ എങ്ങനെ അടക്കേണ്ടി? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് പാരിജാതൻ. എന്താ പണി നിങ്ങക്ക്? അങ്ങനെയൊന്നുമില്ല. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ശരി. ക്ലബും പരിപാടിയും കളിയൊക്കെ ആണ് അല്ലേ? ഫുട്ബോൾ കളിയൊക്കെ കാണലുണ്ടോ? ഫുട്ബോൾ കളിയുടെ കാര്യം പറഞ്ഞാൽ സാറേ, കളി ഒന്ന് എയിമായി വരുമ്പോഴേക്കും ഇവിടെ നിന്ന് കറണ്ട് കട്ടാവും. പിന്നെ നമുക്ക് ആ കളി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെടും. ബ്രസീലായിട്ടുള്ള സെമി ഫൈനല് കളി ഇങ്ങോട്ട് തുടങ്ങി ഒന്ന് മൂത്തിങ്ങോട്ട് വന്നപ്പോ തന്നെ കറണ്ട് പോയി. കറണ്ട് വന്നപ്പോ 7 ഗോള്. ഇത് എപ്പ അടിച്ചെന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്. 1, 2, 3 ഗോൾ അടിച്ചൊരു ടീം തോൽക്കാറായി എന്ന് കാണുമ്പോഴെങ്കിലും വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ആ ഒരു സംശയം നമുക്ക് കിടക്കുമ്പോ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. നിങ്ങൾ 1-1.5 മണി പാതിരക്ക് നിങ്ങൾ കളി കാണുന്നോണ്ടല്ല കേട്ടോ. തോറ്റൊരു ടീം പിന്നെയും തോക്കുന്നത് തന്നെ അങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്ത് രസമുള്ളത്. തോറ്റു എന്ന് മനസ്സിലാക്കാൻ നിർത്തി പോയി കൂടെ? അത് നിങ്ങൾ ചെയ്യൂല. നിങ്ങൾ റൂം ഒന്ന് തണുത്താലും നിങ്ങൾ ഓഫ് ചെയ്യൂല, പിന്നെയും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാം. സാറ് ഈ പറയുന്ന ഉപകരണങ്ങളൊന്നും ഞങ്ങളുടെ വീടുകളിൽ ഇല്ല. അതിപ്പോ എന്തിലാവട്ടെ, ഞാൻ ഇപ്പൊ അത് നിങ്ങളുടെ വീട്ടിലത്തെ സാധനങ്ങളുടെ കണക്കെടുക്കാനല്ല ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ള ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ ഈ അഡീഷണൽ ബില്ല് വന്നത് നിങ്ങൾ എന്തായാലും അടക്കണം. ഞങ്ങൾ അഡ്വാൻസ് അടക്കണം. അതെ, നിങ്ങൾ അഡ്വാൻസ് അടക്കണം. അതിന്റെ ഡെപ്പോസിറ്റ് തുക കുറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് അഡീഷണൽ ബില്ല് വരുന്നത്. സാറേ, ഡെപ്പോസിറ്റ് തുക കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടക്കണ മീറ്ററിന്റെ റീഡിംഗ് അനുസരിച്ച് പൈസ അടക്കണുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് വേണമെങ്കിൽ ഞങ്ങൾ ഒരു പണി ചെയ്യാം. ഞങ്ങൾ പണിയെടുത്തിട്ട് മാസം കിട്ടണത് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്നിട്ട് അതിന്റെ ഡെപ്പോസിറ്റും കറണ്ട് കാശും ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ മതി. പോരെ? അത് നന്നായിരിക്കും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഒരു 6 മാസത്തെ തുക ഒക്കെ ഒരുമിച്ച് അടക്കുക. ഞങ്ങൾക്ക് അതിന് കിഴിവുണ്ട്. സാറേ, ഇങ്ങനെ ഡെപ്പോസിറ്റ് ചോദിച്ചാൽ ഞങ്ങളെ പോലത്തെ സാധാരണക്കാരുടെ വീടും കൂടിയും വിറ്റ് ഇവിടെ ഡെപ്പോസിറ്റ് അടക്കേണ്ടി വരും. പിന്നെ കറണ്ടും ഞങ്ങൾക്ക് വേണ്ട. നമ്മുടെ ഈ രാജ്യത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് മഴ പെയ്ത് ഡാമിൽ വെള്ളം നിറഞ്ഞ് ആ വെള്ളം ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു മെത്തേഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ മര്യാദക്ക് ഉപയോഗിച്ച് പോണേ. അല്ല, അത് നിങ്ങൾ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ വേറൊരു മെത്തേഡിൽ കറണ്ട് നിങ്ങൾ കേട്ടില്ലേ? ആണവന്നല്ലോ കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്താണ് 1.5 മാസമായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു? ഇവിടെ വന്ന് പരാതി പറയാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അത് ശരി. നിങ്ങളോട് കാര്യം പറയാൻ പോളൂ. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണില്ല. അന്ത്യോളം ഫുട്ബോൾ കളി കണ്ടിരിക്കുക. എന്റെ കാശ് വരുമ്പോ അത് അടക്കാൻ കഴിയില്ലാണ്ട് ഇവിടെ വന്ന് ചൂടാവുക. ഈ ജാതി ആൾക്കാരോട് അല്ല, ഒന്നും വിവരമില്ല. എന്തെന്നാ നമ്മൾ വെറുതെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ഗെയിം കളിക്കട്ടെ.